എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 4 സ്റ്റോക്കുകൾ കൊടുത്തിരുന്നു. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എങ്ങനെയായിരുന്നു നോക്കാം. വെള്ളിയാഴ്ച പെട്ടെന്നൊരു ഫാള് വേൾഡ് ഇഷ്യൂസ് കാരണം കൊണ്ട് നെഗറ്റീവിലാണ്. ഒരു 300 പോയിൻറ്റോളം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്ലൂ സ്റ്റാർക്കാണ് സജഷൻ ചെയ്തിരുന്നത്. 1766 എൻട്രി. നമുക്ക് അതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. കാരണം മാർക്കറ്റ് മൊത്തം ഡൗൺ ആയതുകൊണ്ട് എൻട്രി ലഭിച്ചിട്ടില്ല. സെൽ സൈഡ് പരമാവധി യൂസ് ചെയ്തെടുത്ത് പോകാൻ പറഞ്ഞിരുന്നു. ആരൊക്കെ അത് ചെയ്തിട്ടുണ്ടാകുമെന്നുള്ള അറിയില്ല. കാരണം മാർക്കറ്റ് ഡൗൺ ആണ് എന്നുള്ളത് വെള്ളിയാഴ്ച രാവിലെ തന്നെ പറഞ്ഞിരുന്നു. രണ്ടാമത് ചോള ഹോൾഡ് ആയിരുന്നു. 1564 എൻട്രി. അതിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടില്ല. മറ്റൊന്ന് പ്രാചിന്ത്യയിൽ 704 അതിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് HDFC ബാങ്ക്. HDFC ബാങ്കിൽ 1651 എൻട്രി. 1670 വരെ പോയിട്ടുണ്ട്. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ള 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. അതിനു മുമ്പ് ഇന്നലെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് നിഫ്റ്റിയുടെ ജസ്റ്റ് വീക്ക്ലി അനലൈസും നമുക്ക് നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വീക്ക്ലി അനലൈസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് ഒരു അപ് ട്രെൻഡിൻ്റെ സാധ്യത. അതേപോലെ തന്നെ ഈ ബുള്ളിഷ് ക്യാൻഡിലിന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി. പക്ഷേ വെള്ളിയാഴ്ചത്തെ ഈ വേൾഡ് ഇഷ്യൂസ് കാരണം കൊണ്ട് പെട്ടെന്ന് ഡൗൺ ആവുകയായിരുന്നു ചെയ്തത്. ആൾറെഡി നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ്നെസ് തന്നെയാണ്, ഒരു അപ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വെച്ച ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ 50% വന്ന് ഏകദേശം 24,600 വരെ വന്ന് ഇവിടെ നിന്നും ഒരു സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അഥവാ അതിനും താഴെ വരികയാണെങ്കിൽ ഈ അടുത്ത സ്വിംഗ് 24,200 വരെ ആയിരിക്കും വരിക. മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ നിന്നും, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിടത്ത് നിന്നും 25,325 പോയായിരിക്കും താഴേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷേ അത് പെട്ടെന്നുള്ള ഒരു ഡൗൺ ട്രെൻഡ് കാരണം കൊണ്ട് താഴേക്ക് വന്നു. ഇനി അതുകൊണ്ട് തന്നെ ഇപ്പോൾ 24,600 സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനും താഴെ വന്നു കഴിഞ്ഞാൽ 24,200 സപ്പോർട്ട് എടുക്കുക. അതിനും താഴെ വന്നാൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈനുണ്ട്. ഒരുപക്ഷെ 24,200 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ടായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മേലേക്ക് പോവുക. ഏതായിരുന്നാലും മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു വേൾഡ് ഇഷ്യൂസ് ഇല്ലെങ്കിലും അല്പം താഴേക്ക് വന്ന് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് മുകളിലേക്ക് പോവുള്ളൂ. കാരണം ഒരേ വൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ പുതിയ എൻട്രികൾ ആരും വരില്ല, പുതിയ ന്യൂ എൻട്രീസ് അതേപോലെ മാർക്കറ്റിനുള്ളിലേക്ക് കടന്നു വരില്ല. കാരണം ആൾ ടൈം ഹൈയിൽ മാർക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ആവുന്നതുകൊണ്ട് കൂടുതൽ സ്റ്റോക്കുകളൊന്നും മൂവ്മെൻറ്റ് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു ചെറിയ ഡൗൺ ട്രെൻഡ്, അതായത് ചെറിയൊരു താഴേക്ക് വരവുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ ഈ ഒരു വേൾഡ് ഇഷ്യൂസും കൂടി ആയപ്പോൾ എന്തായാലും ഇനി താഴേക്ക് വന്ന് ഈ ഒരു ലൈന് അല്ലെങ്കിൽ അതിന് മുകളിലോ എടുത്ത് തിരിച്ചു പോകാനായിരിക്കും സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 5 മുതൽ 10% വരെ മാർക്കറ്റ് താഴേക്ക് വന്നേക്കാം. ഏകദേശം 23,000 24,000 ലെവൽ, 24,000 അതിന് താഴെ വന്നു കഴിഞ്ഞാൽ 23,500 ലെവലിലൊക്കെ മാർക്കറ്റ് വന്നിട്ടായിരിക്കും പിന്നീട് ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യത. അതിനിടയ്ക്ക് ഒരു ഏറ്റക്കുറച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡ് വേയിലൂടെ ആയിരിക്കും പോവുക. അതും നമ്മൾ അപ്പോൾ നമുക്ക് ഇന്ന് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. വെള്ളിയാഴ്ചയിലെ ലോ 24,686 അതിന് താഴെ. അഥവാ ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം 300 പോയിൻറ്റോളം ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷമുള്ള ഒരു മണിക്കൂറിൽ നിഫ്റ്റി വീണ്ടും ഒരു 100 പോയിൻറ്റോളം താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ 24,717 നിഫ്റ്റി ചിലപ്പോൾ 24,600 സംതിങ്ങിലായിരിക്കും ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 24,600 എന്നുള്ളിടത്ത് നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം ഒരേ അടിക്ക് താഴെ വരികയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ട് പിന്നെ വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തി
ഒരു പക്ഷേ അതിന് മുകളിലേക്ക് പോവുക അല്ലെങ്കിൽ ഇവിടെ ടെസ്റ്റ് നടത്തിക്കൊണ്ട് വീണ്ടും തിരിച്ച് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,850 മുകളിൽ നമുക്ക് മുകളിലേക്ക് 24,050 ഇനി മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നടത്തുകയാണ്. 24,850 മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് ക്രോസ് തരികയാണെങ്കിൽ മുകളിലേക്കും എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിന് ശേഷം ചെറിയൊരു ഡൗൺ ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു സിങ്ങിൽ വന്നിട്ടാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഇത് ഈ ഒരു സിങ് വരെ വന്ന് ഇപ്പം ഇവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോയി വീണ്ടും ഈ ഒരു സിങ് കണ്ടോ, ഇവിടെ നിന്നിട്ടാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് അല്പം മുകളിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി ഇത് വീണ്ടും ഇവിടെ വന്ന് ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മുകളിലേക്ക് പോവുകയോ ചെയ്യാം. ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരികയോ അതല്ലെങ്കിൽ മുകളിലേക്ക് പോവുകയോ ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മുടെ അനലൈസ് പ്രകാരം ഇതാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ 51,075 താഴെ നമുക്ക് ക്ലോസിംഗ് ക്രോസ് തരികയാണെങ്കിൽ താഴേക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് ട്രേഡ് എടുത്ത് പോകാവുന്നതാണ് ഇൻട്രാഡേ ലെവലിൽ. അതേസമയം ഡൗൺ സൈഡിലാണ് ഇന്ന് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് റീടെസ്റ്റ് നടത്തിക്കൊണ്ട് ഈ ലൈൻ ടച്ച് ചെയ്യുകയോ നിഫ്റ്റിയെ പോലെ തന്നെ ഈ ലൈൻ ടച്ച് ചെയ്യുകയോ അതിന് മുകളിലേക്ക് പോവുകയോ ചെയ്തതിന് ശേഷം താഴെ വരുമ്പോൾ മാത്രമേ നമുക്ക് 51,075 താഴെ എൻട്രി എടുക്കാൻ പാടുകയുള്ളൂ. ഇല്ല ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 50,500 ലെവൽ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് താഴേക്ക് 50,600 ലെവൽ 50,600 ലെവൽ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് താഴേക്ക് എടുത്തു വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിന് മുൻപായി ഇവിടെ വേറൊരു സപ്പോർട്ട് കാണുന്നുണ്ട്, 50,780 50,780 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വരാം. പക്ഷേ നമുക്ക് ചെറിയ ഒരു മൂവ്മെൻ്റാണ് ആ സമയത്ത് കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാലും ഏകദേശം ഒരു 200ഓളം പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡ് വരും ഈ 50,785 ക്രോസ് ചെയ്താലും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഒരു 51,075 എൻട്രി കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ താഴേക്ക് വരാം. ഇല്ല അവിടെ എൻട്രി കിട്ടിയില്ല, ഡൗൺ സൈഡാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 50,785 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എടുക്കാം. ഇല്ല ഇനി അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് 50,600 നിന്നും എടുക്കാവുന്നതാണ്. ഇതാണ് ബാങ്ക് നിഫ്റ്റി. ഇനി അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ 51,650 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി. ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നമുക്കൊരു സെൽ എൻട്രിയാണ്. ഇന്ന് ഇവിടെ മൾട്ടിപ്പിൾ ടൈം ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, താഴെ വരാൻ ശ്രമിച്ചിട്ടുണ്ട്, 1 2 3 മൾട്ടിപ്പിൾ ടൈം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ലൈൻ 2,696 അതിനും താഴെ 2000 ഈ ഒരു ലൈനിൽ നമുക്ക് നോക്കാം. 2,675 താഴെ വന്നാൽ മതി. 2,675 താഴെ നമുക്ക് സെൽ എൻട്രി പോസിബിളാണ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം 2,687 2,687 സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് 2,665. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് 2,655. ഓക്കെ, ഇതാണ് യൂണിലിവറിൽ 2,675 സെൽ എൻട്രി, 2,687 സ്റ്റോപ്പ് ലോസ്, 85 വെച്ചാൽ മതി സ്റ്റോപ്പ് ലോസ്.
2665 ഫസ്റ്റ് ടാർഗറ്റ്, 2655 സെക്കൻഡ് ടാർഗറ്റ്. അടുത്തത് നാറ്റ്കോ ഫാർമയാണ്. നാറ്റ്കോ ഫാം, ഇതിൽ നമുക്കൊരു ബൈ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. 1373 ഒരു ബൈ എൻട്രി പോസിബിളാണ്. 1366 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 1383 കേട്ടോ. സെക്കൻഡ് ടാർഗറ്റ് 1390. നാറ്റ്കോ ഫാമിൽ 1373 ബൈ എൻട്രി, 1365 സ്റ്റോപ്പ് ലോസ്, 1383, 1390 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് MFSL 1112 ഒരു ബൈ എൻട്രി പോസിബിളാണ്. 1112, 1104 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 1119 വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 1122. അതിനും മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. 1112 MFSL ബൈ എൻട്രി, 1104 സ്റ്റോപ്പ് ലോസ്, 1119, 1122 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് CG പവർ, ദിസ് ലാസ്റ്റ് വൺ. സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയിരിക്കുകയാണ്. 740 ഒരു ബൈ എൻട്രി പോസിബിളാണ്. 740, 734 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 745, സെക്കൻഡ് ടാർഗറ്റ് 750. ഓക്കെ, CG പവറിൽ 740 ബൈ എൻട്രി, 734 സ്റ്റോപ്പ് ലോസ്, 745, 750 എന്നിങ്ങനെ ടാർഗറ്റും കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ 4 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ന്യൂസുകൾക്കും അതുപോലെ ട്രേഡിംഗ് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പ് സന്ദർശിക്കുക. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. കൂടുതൽ മാർക്കറ്റിനെ കുറിച്ചുള്ള നോളജുകൾ വർദ്ധിപ്പിക്കാൻ സഹായമാകുന്ന ടെലഗ്രാം ഗ്രൂപ്പാണ്. ലിങ്കുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.